തൊട്ടി ഇതൊക്കെ ആയിട്ട് വന്നതാണ്. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. സൈഡ് ചിക്കനും ഉണ്ണിച്ചനും കൂടി പുറത്ത് പോകാനായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഡയറി മിൽക്ക് മേടിച്ചത് ഞാൻ ഇന്നലെ ആലോചിച്ചുള്ള ഡയറി മിൽക്ക് പിന്നെ എന്താണ് ഒരു ഐസ്ക്രീം ഒക്കെ തിന്നാൻ കിട്ടിട്ടോ. അപ്പോൾ ഡയറി മിൽക്ക് കിട്ടി. ഇനി ഐസ്ക്രീം ഇപ്പോൾ കിട്ടിയാൽ മതി. അപ്പോൾ ഡയറി മിൽക്ക് കിട്ടി എൻ്റെ മുഖം കാണിക്കും. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇവർ ചിലപ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. വരാതിരുന്നു ഞാൻ വിഷമിച്ചത്. അമ്മ ഞാൻ പറയാണ് വന്നത് ഞാൻ വിഷമിക്കും ഇങ്ങനെ ഞാൻ പറഞ്ഞു ഗൈസ്. എനിക്കിങ്ങനെ കസിൻസൊക്കെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ തിന്നട്ടെ. പിന്നെ നമുക്ക് നേരെ വീട്ടിലോട്ടും പോവാം. ഡയറി മിൽക്ക് പൊട്ടിക്കാൻ പോവാണ്. 2 ഡയറി മിൽക്കുണ്ട് കഴിക്കാൻ. നമുക്ക് ഡയറി മിൽക്ക് എന്നെ പൊട്ടിച്ചിട്ടുണ്ട്. അതെ അവള് പൊട്ടിക്കാൻ ഞാൻ പൊട്ടിച്ച് തരാൻ കൊണ്ടാ. അയ്യോ കൊണ്ട് നല്ല കട്ടിയാണ്. കൊടുത്തു ഗായ്സ്. ഞാൻ തിന്നട്ടെ. അപ്പോൾ ഗായ്സ് ഇതിനകത്ത് ഫുള്ളും ഈ ഡയറി മിൽക്ക് തീറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ കവറില്ലാതെ കൈ പിടിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ കവറെടുത്തിട്ട് ഇങ്ങനെ കഴിച്ചു, അല്ലെങ്കിൽ കൈ പറ്റുമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ സൂപ്പർ എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. പിന്നെ എന്താണ്, എനിക്ക് ഡയറി മിൽക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 100ൻ്റെ സിൽക്കൊക്കെ കിട്ടണമെന്ന് പറഞ്ഞാണ് കേട്ടോ ഇരിക്കുന്നത്. പക്ഷേ 100ൻ്റെ സിൽക്കൊന്നും ഞാൻ തിന്നിട്ടില്ല. ഹാർഡ് പോപ്പും ഒന്നും തട്ടില്ല. ഞാൻ ആകെ ബബ്ലിയും പിന്നെ 40ൻ്റെ 50ൻ്റെ എങ്ങാണ്ടും പിന്നെ 10ൻ്റെ 5ൻ്റെ എങ്ങാണ്ടൊക്കെയാണ് തിന്നിട്ടുള്ളത്. അല്ലാതെ തിന്നിട്ടില്ല. പിന്നെ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മക്കളാണ് ഇവരും. അതിനകത്ത് ചെറുതാണ് ഈ പാറു കേട്ടോ എൻ്റെ കൂടെ ഉള്ളത്. അപ്പം ഞാൻ ഇവളുമായിട്ട് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ, ഈ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സില്ലേ അതിട്ടുകൊണ്ട് തന്നെ ഞാൻ ഇവളുടെ വീട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഇതുവരെയായിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവളുടെ വീട്ടിൽ ഞാൻ ഒരു കുറേ മിനിറ്റ്സിലത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് ചെറുതാണ്, എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ കഴിയത്തൊന്നുമില്ല. മടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തൊക്കെയാണ് പറയണമെന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ. കാരണം ഞാൻ ഈ സൗണ്ട് ഓഫാക്കി വെച്ചേക്കാണ്. എനിക്ക് വോയിസ് ഓവർ ചെയ്യണമെന്നുണ്ടാവുകൊണ്ട് ഞാൻ സൗണ്ട് ഓഫാക്കി വെച്ചേക്കാണ്. പല്ലി പറ്റിയിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ ഇപ്പോൾ പറയണമെന്നാണെന്ന് മനസ്സിലായി. കൊതിക്കതാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഭയങ്കര ഓവർ ആക്ടിങ് ആണ്. എനിക്ക് മനസ്സിലാവും ഞാൻ ഭയങ്കര ഓവർ ആക്ടിങ് ആണെന്ന് കേട്ടോ. എന്തൊക്കെയോ പറയാൻ കേട്ടോ. എൻ്റെ വയറിന് തീരുമാനമാകും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ സ്റ്റഡി ടേബിൾ ക്ലീൻ ആക്കി കേട്ടോ. ഞാൻ ഇവർ വരുന്നതിന് മുമ്പേ ക്ലീൻ ആക്കുമായിരുന്നു. ഭയങ്കര പണിയൊക്കെ എടുക്കുമായിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും പണിയെടുക്കുമായിരുന്നു. പിന്നെ ഞാനൊരു സ്ഥലത്ത് പോയിട്ട് അതുകൊണ്ടാണ് ഈ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മാറിയില്ല കേട്ടോ. പിന്നെ ഞാൻ മാറിയില്ല. പിന്നെ ഞാൻ കിടക്കാൻ നേരത്തെ കണ്ടാണ് മാറിയത്. ഇവർ പിന്നെ പോയില്ലായിരുന്നു കേട്ടോ. അന്ന് ഇവിടെ കിടന്നായിരുന്നു. പിന്നെ രാവിലെ പോയിട്ടോ. അപ്പോൾ ഞാനിങ്ങനെ തിന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവൾ വേഗം വന്ന് വീഡിയോ എടുത്തു. അപ്പോൾ ഞാനിങ്ങനെ പതിയെ ആസ്വദിച്ച് പതിയെയാണ് കഴിക്കണത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെൽറ്റായി കവറിലൊക്കെ ആകും കേട്ടോ. അപ്പോൾ ഗായ്സ് എന്താണ്, അമ്മയോട് ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന ഡേ എന്ന് പറയുന്നത് December 2 ആണ്. ഇത് എടുത്തു വെച്ചത് എങ്ങാണ്ട് നവംബർ മാസത്തിൽ ഫസ്റ്റ് ടൈം എങ്ങാണ്ടൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ കുറേ ലേറ്റായിട്ടാണ് കേട്ടോ വോയിസ് ഓവർ ചെയ്യണത്. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോസ് ആണെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ കുറേ ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ എന്തായാലും ഗൈസ് ഞാനിപ്പോൾ യൂട്യൂബിനെ കുറിച്ചും കണ്ടൊക്കെയാണ് കുറേ പറയുന്നത്. യൂട്യൂബിൽ ഞാൻ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണ് മറിച്ചതാണെന്നൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് അമ്മ ഇവിടെ പ്രേതത്തിൻ്റെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്ന ടൈമിൽ കേട്ടോ. ഇപ്പോൾ ടൈം 4:58 ആണ്. എനിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചാപ്റ്റർ മാത്സിൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ തീരാറായിട്ടുണ്ട്. അത് കൂടുതലും പഠിച്ചു തരണം. നമുക്ക് പേടിയുണ്ട്. അപ്പോൾ അമ്മ വിളിച്ചിട്ടുണ്ട്.
മൈ ഡോർ എന്ന് പറയുന്നൊരു മൈ ഡോർ അതാ ഡോർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. പ്രേതത്തിൻ്റെ നടിയുടെ പേരൊക്കെ ഞാൻ മറന്നു. എന്തായാലും കൈരളിയിലാണ്. അപ്പം അമ്മയുടെ അടുത്ത് പോയിരിക്കണം. അമ്മക്ക് പേടിയാണ്. പക്ഷെ ഞാനും അമ്മയൊക്കെ കണ്ണടച്ചിരിക്കും എന്നിട്ട് കേട്ടോ. അപ്പം എന്തായാലും ഞാൻ പോട്ടെ. എന്നിട്ട് ബാക്കി എനിക്ക് വോയിസ് ഓവർ ചെയ്യണം. എന്നിട്ട് അങ്ങനെ ഞാൻ ഇടയ്ക്കിട്ടൊക്കെയാണ് പോകണം. ഞാനിത് വോയിസ് ഓവർ ചെയ്യാതെ ഫുള്ള് 200 വോളിയത്തിൽ വെച്ചാണ്. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ വോയിസ് ഓവർ ആക്കാം. അങ്ങനെ വിചാരിച്ച് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇത് ഓണത്തിനെടുത്തതാണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസൊക്കെ അടുത്ത് വരുവാണ്. എന്തൊക്കെയാണ് പരിപാടി എന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയുക. പിന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കേട്ടോ. എന്തിലാണ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം അങ്ങനെയൊക്കെ പറയാൻ വന്നതേ ഉള്ളൂ. കുറച്ച് 1 മണിക്കൂർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഞാൻ കുറേ സമയം ഇങ്ങനെ സംസാരിച്ച് തീർക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് കുറേ സമയം പോകുന്നത്. എനിക്കറിയില്ല, കുറേ സമയം അങ്ങനെ പോകും കേട്ടോ. സത്യം പറഞ്ഞാൽ കുറേ സമയം സംസാരിച്ചിരിക്കും. പക്ഷെ ചില വീഡിയോയിലൊന്നും സംസാരിക്കാൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കത്തില്ല. ഞാൻ എപ്പോഴും ഹലോ ഗായ്സ് എന്ന് പറഞ്ഞ് തുടങ്ങി അങ്ങനെയല്ല എടുക്കണം. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് നേരെ വീഡിയോ എടുത്ത് തുടങ്ങാം. ഹലോ ഗൈസ് നമുക്ക് വോയിസ് ഓവർ ഇത് പറയാം. ഒന്നും നേരെ പറയണ്ട. പറയുന്നെങ്കിൽ ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്ത് അങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. അല്ലാതെ എല്ലാം ഫുൾ വോയിസ് ഓവർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് റൈറ്റിങ്സ് ഒക്കെ കൊടുത്താൽ. അപ്പോൾ ബൈ ഗൈസ്. ലൈക്ക് ചെയ്യുന്ന ഷെയർ